നമസ്കാരം. കഴിഞ്ഞ 5 ദിവസമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ദില്ലിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ നട്ടലൊടിക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകളുമായിട്ട് BJP-യുടെ ഓരോ ഘട്ടത്തിലുമുള്ള നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ, അത് വലിയ മാറ്റം ദില്ലിയിൽ കൊണ്ടുവരാനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട്. ഇപ്പോൾ 5 ദിവസം കൊണ്ട് 8 ആം ആദ്മി MLA-മാരാണ് ആം ആദ്മി പാർട്ടി വിട്ട് BJP-യിൽ അംഗത്വമെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നത് അഴിമതിയിൽ പൂർണ്ണമായിട്ടും കുളിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് ആം ആദ്മി മാറിയിരിക്കുന്നു. എന്താണോ തങ്ങൾ മുന്നോട്ട് വെച്ച ആദർശം, അത് ബലി കഴിപ്പിക്കുന്ന രീതിയിലാണ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഭാഗമായതിന്റെ പേരിൽ തങ്ങൾക്കും ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നു. അപ്പൊ അതിന്റെ പേരിൽ പൂർണ്ണമായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ സംവിധാനമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായിട്ട് കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 8 MLA-മാരാണ് ഇപ്പോൾ രാജിവെച്ച് BJP-യിൽ ചേർന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നരേഷ് യാദവ് മൊഹറൌലി എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. അതോടൊപ്പം രോഹിത് കുമാർ, ത്രിലോക് പുരി, രാജേഷ് ഋഷി, ജനക്പുരി, മദൻലാൽ, കസ്തൂർബ നഗർ, പവൻ ശർമ്മ, ആദർശ് നഗർ, അതോടൊപ്പം തന്നെ ഭാവന ഗൗഡ് പലാം എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ഭാവന ഗൗഡ് മത്സരിച്ച് വിജയിച്ചത് കഴിഞ്ഞ വട്ടം. അതോടൊപ്പം തന്നെ ഭൂപീന്ദർ സിംഗ്, ജൂൺ ബിജ്വാസൻ, ഗിരീഷ് സോനി, മഡ്പൂർ. അപ്പോൾ ഇത്രയും ആളുകളാണ് പ്രധാനമായിട്ട് BJP-യിൽ അംഗത്വം എടുത്തു വന്നിരിക്കുന്ന ആം ആദ്മി പാർട്ടിയിലെ MLA-മാർ. ഇതോടകം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ ഒരുപാട് നാളുകളായിട്ട് ദില്ലിയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ച ഓരോ പ്രവർത്തനങ്ങളും കേരളത്തിൽ പിണറായി വിജയൻ പേര് മാറ്റി നടപ്പിലാക്കുന്ന അതേ രീതിയിൽ തന്നെ ആം ആദ്മിയുടെ നേതാവായിട്ടുള്ള കെജ്രിവാൾ അത് നരേന്ദ്രമോദിയുടെ അല്ലാതെ ആം ആദ്മി കൊണ്ടുവന്നിരിക്കുന്ന AAP കൊണ്ടുവരിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ യമുന നദിയിൽ വലിയ രീതിയിലുള്ള കീടനാശിനികൾ അല്ലെങ്കിൽ യമുന നദിയിലെ വെള്ളം നശിപ്പിച്ചുകൊണ്ട് ഹരിയാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ ജനങ്ങളെ കൊലക്ക് കൊടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള ഒരുമാതിരി വളരെ മോശപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നീചമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടാണ് കെജ്രിവാൾ മുന്നോട്ട് വന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് BJP ഇലക്ഷൻ കമ്മീഷനെ നേരിട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ കെജ്രിവാളിനെതിരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കെജ്രിവാളിനെ ഇലക്ഷൻ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വരെ പിൻവലിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, കുംഭകോണം എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭാരതത്തിന്റെ ഏറ്റവും വലിയ രീതിയിൽ നടത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതിൽ അഴിമതി എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ ഈ അഴിമതിയുടെ ഓരോ ഘട്ടങ്ങൾ എങ്ങനെ ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ ദ്രോഹിച്ച് നടപ്പിലാക്കണമെന്ന് അതിൽ ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ആ കോൺഗ്രസിനെ ദില്ലിയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്ത് ഇറക്കുന്നതിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങളിലൂടെ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുന്നേ അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ പക്ഷേ വലിയ രീതിയിൽ ഇടാൻ പോവുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മദ്യ കുംഭകോണം, മദ്യനയത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി നടത്തിക്കൊണ്ട് ദില്ലിയിലെ വലിയ രീതിയിൽ ദില്ലി ജനങ്ങളെ സാമ്പത്തികമായിട്ട് അവരെ വലിയ ഒരു തട്ടിപ്പിന് ഇരയാക്കുന്ന തരത്തിലേക്ക്, അവിടുത്തെ നികുതി പണം കൊള്ള ചെയ്യുന്ന രീതിയിലേക്ക് പൂർണ്ണമായിട്ടും ഈ പറയുന്ന കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അത് ദില്ലിയിൽ ഏതെല്ലാം തരത്തിലാണ് ഈ അഴിമതി വിശാലമാക്കി കൊണ്ടുപോകുന്നത് അതിന്റെ ഉദാഹരണമായിട്ട് തന്നെ വേണം ഈ മദ്യനയം എന്ന് പറയുന്ന സംവിധാനത്തിലുള്ള അഴിമതി നടത്തിയിട്ട് ഏകദേശം 500 കോടിയിൽ താഴെ പണമാണ് ഇവർ ഇതിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ഗോവ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കണമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഗുജറാത്ത് ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന കെജ്രിവാളിന് അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. കൂട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയിരുന്നു. പക്ഷെ പഞ്ചാബിലും ഇതുപോലെ തന്നെ ദില്ലിയിൽ നടത്തിയ അഴിമതികളുടെ പണം അത് പൂർണ്ണമായിട്ട് തങ്ങൾക്ക് മറ്റൊരു സംസ്ഥാനത്ത് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനാണ് ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഓരോ ആളുകളും ശ്രമിച്ചിരുന്നത്. ഇതിന്റെ പേരിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ പോകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരവധി സംവിധാനങ്ങളിലൂടെ കടന്നുപോയി യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചിരുന്ന
നടത്തിക്കൊണ്ടിരുന്ന ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന നിലവിൽ ഇന്ന് ദേശീയ പാർട്ടി പദവിയിലേക്ക് എത്തിയിരിക്കുന്ന ആം ആദ്മി പാർട്ടി ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങുന്നു. ഇപ്പോഴും ഒരുപാട് സൗജന്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പറഞ്ഞുകൊണ്ട് ദില്ലിയിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി നടപടിക്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പൂർണ്ണമായിട്ടും വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദില്ലിയിൽ ഇത്തവണ BJP ചരിത്രം കുറിക്കും. 26 വർഷങ്ങൾക്ക് ശേഷം BJP ദില്ലിയിൽ വീണ്ടും അധികാരത്തിലെത്താൻ പോകുന്ന ഒരു നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ട് മാറിയിരിക്കുന്നു. അതിന്റെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഓപ്പറേഷൻ താമര എന്നുള്ള രീതിയിലേക്ക് BJP പലപ്പോഴായിട്ട് തങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അവരുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് MLA-മാരെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം ചേർത്ത് നിർത്തുന്നതിനായിട്ട് ഒരുപാട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അപ്പോൾ അത് കർണാടകയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും നിരവധി സംസ്ഥാനങ്ങളിൽ BJP പല ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കിയിരുന്നു. അതേ ഒരു നയം ഇപ്പോൾ ദില്ലിയിലും നടത്തുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് വേണം ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ പൂർണ്ണമായിട്ടും ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ അധികാരത്തിൽ താൻ പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന കെജ്രിവാളിന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പറയുന്ന 8 MLA കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ദില്ലി നിയമസഭാ അംഗത്വം രാജിവെച്ചുകൊണ്ട് BJP-യോടൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും BJP നടപ്പിലാക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം വലിയ രീതിയിൽ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സംവിധാനമാണെന്ന് അത് കൃത്യമായിട്ട് ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് എതിരെ നിലനിൽക്കുന്ന ആളുകൾക്കൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് വിദേശ ശക്തികളുടെ വലിയ രീതിയിലുള്ള പിന്തുണയോടുകൂടി ഇവിടെ മോദി സർക്കാരിന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി നിരവധി തവണ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് ഒരുപാട് തരത്തിലുള്ള പണമിറക്കിയും നിരവധി രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കെജ്രിവാൾ നടത്തിയിട്ടുള്ളത്. ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന വിദേശ ശക്തികൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി എങ്ങനെ തന്നെയാണോ ഈ രാജ്യത്ത് BJP സർക്കാരിന് അല്ലെങ്കിൽ മോദി സർക്കാരിന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഓരോ നടപടികൾ എടുത്തിരുന്നത്, അതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ നടന്ന പാർലമെന്റ് ഇലക്ഷനിലും ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. 2014-ലും 2019-ലും അതോടൊപ്പം തന്നെ ഈ 2024-ൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും 7 സീറ്റുകൾ നേടിയിട്ട് തന്നെയാണ് മോദി അധികാരത്തിൽ തുടർന്നു പോരുന്നത്. 53 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ BJP 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷകളിലൊന്ന്. കൂട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഇതുപോലെയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ആം ആദ്മി പാർട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള നിലപാടുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ള ഒരു സംശയമില്ല. BJPക്ക് ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കാനുള്ള ആശയങ്ങളിൽ ഒന്ന്, ഇവർ ഏത് തരത്തിലാണോ ദില്ലിയിൽ അധികാരം പിടിച്ചത് ആ അധികാരം പിടിച്ച രീതിയെ പൂർണ്ണമായിട്ടും ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കുക. ഇവർ നടത്തുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമല്ല, അഴിമതി എന്ന് പറയുന്നത് ഇവരുടെ കുലത്തൊഴിൽ പോലെ ആയിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ യഥാർത്ഥ സ്വരൂപം ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാനായിട്ട് നിലവിലെ സംസ്ഥാന BJP ഘടകത്തിനോട് സാധിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നരേന്ദ്രമോദിയുടെയും അതല്ലെങ്കിൽ അമിത്ഷായുടെയും വലിയ രീതിയിലുള്ള ഒരു പോരാട്ട വീര്യമുള്ള ഒരു ടീം വർക്ക് നിലവിൽ ദില്ലിയിലെ BJP ഘടകത്തിന് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമാണ്, ആം ആദ്മി പാർട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളും തകർന്ന് അടിഞ്ഞിരിക്കുന്നു. അത് പൂർണ്ണമായിട്ടും വ്യക്തമാകുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ തന്നെയാണ് 5 ദിവസത്തിനുള്ളിൽ 8 ആം ആദ്മി പാർട്ടിയുടെ MLA-മാർ രാജിവെച്ചിട്ട് അവർ BJP-യിൽ തന്നെ നേരിട്ട് വന്ന് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നമ്മൾക്ക് എല്ലാവർക്കും ഈ വരുന്ന 5-ാം തീയതി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ട് ദില്ലിയിൽ അധികാരത്തിൽ എത്തുമെന്നുള്ള ഒരു സാധ്യതകൾ പല പ്രവചനങ്ങളും പല ചാനലുകളുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്ന ചാനലുകളുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.